ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ബട്ടൂരിയും ചന മസാല കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ബട്ടൂരി ചന മസാല എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഞാൻ ബട്ടൂരിക്കുള്ള മാവൊക്കെ കുഴച്ച് വെക്കാം കേട്ടോ. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു പാത്രത്തിൽ ആട്ടപ്പൊടി എടുത്തിട്ടുള്ളത്. ആ പാത്രത്തിന് തന്നെ ഒരു അര പാക അളവിൽ മൈദയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏത് പാത്രത്തിലാണോ അളക്കുന്നത് അതിൻ്റെ പകുതി അളവിൽ മൈദയും കൂടി ചേർക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ മൈദ മാത്രം വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ആട്ടപ്പൊടി മൈദയും കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബട്ടൂരക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 2 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ആട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊരു സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ തന്നെ കേട്ടോ മിക്സ് ചെയ്യണം. ഇനി നമുക്ക് അരിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് അളവിൽ കട്ട തൈര് ഇട്ട പുളിയില്ലാത്ത കട്ട തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് റവയാണ് ചേർത്തിട്ടുള്ളത്. റവ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബട്ടൂരക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് റവ നേരിട്ട് ചേർക്കണില്ല എന്നുണ്ടെങ്കിൽ ഒരു ലേശം വെള്ളത്തിൽ കുതിർത്തിട്ട് ചേർത്താലും മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായിട്ട് ഇപ്പോൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ കേട്ടോ. അതിനെക്കാട്ടി കുറച്ചും കൂടി ഒരു കട്ടിക്ക് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് പരത്തിയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഓയിൽ തടവിയിട്ട് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് കറിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കാം. മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഞാൻ 1/4 കപ്പ് തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സവാള വലുതാക്കി കട്ട് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി, ഒരു 6 കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ജീരക പൗഡർ ഉണ്ടല്ലോ, ചെറിയ ജീരകത്തിൻ്റെ പൗഡർ ആട്ടോ. ഇനി പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുത്താലും മതി. ഞാനിതിൽ പൗഡർ ആട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിൽ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. നല്ല രീതിക്ക് തന്നെ നമ്മുടെ തൈര് വെച്ചിട്ട് തന്നെ അങ്ങനെ അരച്ചെടുക്കുക കേട്ടോ. ഇതിലേക്ക് ഞാൻ കറുകപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വിട്ടുപോയതാണ് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി പാൻ അടുപ്പിൽ വെച്ചിട്ട് പാൻ ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ കറി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഓയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മസാല നമ്മൾ അരച്ച് വെച്ച മസാല ഒഴിച്ച് കൊടുത്തുള്ളത്. അപ്പോൾ വീഡിയോ എടുക്കലും കറി ഉണ്ടാക്കലും ഒക്കെ കൂടിയായിട്ട് എനിക്ക് തെറ്റിയതാണ്. നമ്മൾ ആദ്യം തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ അരച്ച് വെച്ച മിക്സ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ ചേർത്താലും തക്കാളി നന്നായിട്ടൊന്ന് കുക്കായി വന്നാൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്കായിട്ടുണ്ട്. ഇതേപോലെ ചെയ്യുമ്പോൾ തക്കാളി വെന്ത് കിട്ടാൻ കുറച്ച് ടൈം പിടിക്കുന്നുള്ളൂ. അല്ലാതെ കറിൻ്റെ ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുത്തിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിയുന്നത് വരെ നല്ല രീതിക്ക് കൊണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ വെള്ളക്കടല ഉണ്ടല്ലോ അത് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ നല്ല സോഫ്റ്റായി കിട്ടണ വരെ നല്ല വിസിലടിച്ച് വേവിക്കണം കേട്ടോ കുക്കറിലിട്ടിട്ട്. ഇപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് അങ്ങ് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ കടലൊക്കെ വെന്ത് വന്നപ്പോൾ ആ കടല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടല വേവിക്കുമ്പോൾ കൂടുതൽ വെള്ളം വെക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ കടലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ പണിയുള്ളൂ കേട്ടോ നമ്മുടെ ചന മസാല കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നത് ആണിത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വറ്റി വരുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു പച്ചമുളക് നെടുകെ കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് കറി മൂടി വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അതാവുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് ബട്ടൂര തയ്യാറാക്കാം. ഏകദേശം 2.5 മണിക്കൂറോളം ഞാൻ ബട്ടൂരൻ്റെ മാവ് ഞാൻ എടുത്ത് വെച്ചിരുന്നു കേട്ടോ കുഴച്ചിട്ട്. ഇപ്പോൾ അതാ ചട്ടി ചൂടായി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ
ബട്ടൂരൻ്റെ ഇത് ഓരോന്നായി ഓരോ ബോളാക്കി എടുത്തിട്ട് അത് പരത്തിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെപ്പോഴും തീ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഷുഗർ ഇട്ടത് കാരണം ബട്ടൂര പെട്ടെന്നാണ്ട് ചുവന്ന കളറായി മാറും. അപ്പോൾ തീയൊക്കെ ശ്രദ്ധിച്ചിട്ട് ഓരോ ബട്ടൂരായിട്ട് ചുട്ടെടുക്കുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ പൊള്ളിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം.